ഹാപ്പി ഓണം. അങ്ങനെ മദ്രാസി എന്ന് പറഞ്ഞ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. ഗജനീനെ എടുത്തിട്ട് നമ്മുടെ തുപ്പാക്കിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു പ്രിഡിക്റ്റബിൾ സ്റ്റോറി ആയിട്ട് ലോജിക്കൊന്നും ഇല്ലാതെ എന്നാൽ അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. AR മുരുകദോസ് തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ്. അദ്ദേഹം അവസാനം ചെയ്ത ഇപ്പോൾ സിക്കന്ദർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദർബാർ ആയിക്കോട്ടെ അത് വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദമാണെന്ന് തോന്നി. VFX ആയിക്കോട്ടെ, ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ആയിക്കോട്ടെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ BGM വലിയ പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് തന്നില്ല. അനിരുദ്ധിന്റെയാണ് BGM. സോങ്സ് ആണെങ്കിലും ഒരു ബിലോ ആവറേജ് സോങ്സ് ആണ് തോന്നിയത്. ഒരുപാട് സോങ്സ് കാണിച്ചിട്ട് വെറുപ്പിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പെർഫോമൻസുകൾ നോക്കുകയാണെങ്കിൽ ശിവകാർത്തികൻ അത്യാവശ്യം നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്, ആക്ഷൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യത്തിന്റെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. അതുപോലെ ബിജുമനൻ ആയിക്കോട്ടെ, രുക്മണി വസന്ത് അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. വില്ലനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ വിദ്യുത് ജംവാൽ, നമുക്കറിയാം ഫോഴ്സ് ആയാലും അതുപോലെ കമാൻഡോ, തുപ്പാക്കിയിലൊക്കെ അത്യാവശ്യത്തിന്റെ ഒരു ഓറ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ സിനിമയുടെ അവസാനത്തെ 30 മിനിറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ആക്ഷനും പരിപാടിയൊക്കെയാണ്. ആക്ടേഴ്സിന്റെ ഒരു പെർഫോമൻസ് കൊണ്ടും ആക്ഷൻ സീക്വൻസ് കൊണ്ടും ഒക്കെ അത്യാവശ്യം നല്ലൊരു സിനിമ ആവേണ്ടിയിരുന്ന സിനിമയാണ്. പക്ഷേ സ്റ്റോറി വളരെ വീക്കായി പോയി, സ്ക്രീൻ പ്ലേ ലോജിക്കില്ലാതെ പോയി. അതിന്റെ കാരണത്താൽ ഇതൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. പിന്നെ നമുക്ക് ഈ ഓണായതുകൊണ്ട് നമുക്ക് ഈ ഓണത്തല്ലൊന്നും ഇപ്പോൾ നാട്ടിൽ കാണാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ആയാലും ഓണത്തല്ല് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഓണത്തല്ല് കാണാൻ, അതായത് നല്ല ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു സിനിമ കാണാൻ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. എന്താ പറയുക, ഒരു പണ്ടത്തെ നമ്മുടെ തമിഴ് സിനിമ ഉണ്ടല്ലോ, ഒരു ലോജിക്കൊന്നും നമ്മൾ നോക്കാതെ എന്താ പറയുക കാണുന്ന കുറേ സിനിമകളുണ്ടല്ലോ, അതേപോലെ നമുക്കൊരു ലവ് ആക്ഷൻ മസാല ഒരു സിനിമ കാണാനായിട്ട് നമുക്ക് കണ്ടു നോക്കാവുന്നതാണ്.